സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ NDA സഖ്യത്തിനെതിരെ പ്രതിപക്ഷ സഖ്യം ശക്തമാകുന്നു. RJD സംസ്ഥാനത്ത് വൻ ഒറ്റകക്ഷിയായ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം ഇവരുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. ബീഹാറിലെ തിരഞ്ഞെടുപ്പിൽ BJPക്ക് മേൽക്കൈ നേടാനാണ് വോട്ടർ പട്ടികയിൽ നിന്ന് കൂടുതൽ പേരെ ഒഴിവാക്കിയതെന്നാണ് ആരോപണം. ഇതിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നയിച്ച യാത്ര സംസ്ഥാനത്ത് ഏറെ ജനപ്രീതി സൃഷ്ടിച്ചിരുന്നു. വോട്ട് പിടുത്തത്തിനായി BJP പല കുതന്ത്രങ്ങളും പ്രയോഗിക്കുമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. വോട്ട് തിരിച്ചറി, വോട്ടർ പട്ടിക അസാധുവാക്കൽ എന്നിവ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. ഇതിനെതിരെ അന്വേഷണം നടത്താനോ വിശദീകരിക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ആരോപണങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യണമെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഖുറേഷി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് കോൺഗ്രസ് 70 സീറ്റിൽ മത്സരിച്ചിരുന്നു. ഇതേ സീറ്റ് തന്നെ ഇത്തവണ വേണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം. കഴിഞ്ഞ തവണ 114 സീറ്റിൽ മത്സരിച്ച RJD 75 സീറ്റ് നേടിയിരുന്നു. 125 സീറ്റ് നേടിയതാണ് കഴിഞ്ഞ തവണ NDA അധികാരത്തിലെത്തിയത്. പ്രതിപക്ഷ സഖ്യത്തിന് 110 സീറ്റാണ് ലഭിച്ചത്. അടുത്തിടെ രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്ര വൻ വിജയമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് 70 സീറ്റ് തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.